മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പി.എ ആയിരുന്ന എ. സുരേഷ് മലമ്പുഴയിൽ യു.ഡി.എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കെ.പി.സി.സി നേതാക്കൾ എ. സുരേഷുമായി ചർച്ച നടത്തി. നാളെ പൊതുയോഗ യാത്രയിൽ പങ്കെടുക്കും. ഉന്നത നേതാക്കൾ തന്നെ ജാഥയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ക്ഷണിക്കുകയും ചെയ്തു. നിരന്തരം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള നേതാക്കൾ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത്. ഞാൻ എൻ്റെ നിലപാടും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ നിലപാടിൽ ഒരിക്കലും ഞാൻ മായം കലർത്താനോ വെള്ളം ചേർക്കാനോ തയ്യാറല്ല. ആ ഇടതുപക്ഷ നിലപാട് കൂടി തന്നെ ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതി നിലപാടുള്ള ഒരാളാണ് എന്ന് അവരോട് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലെയും അത് അവരോട് പറഞ്ഞിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ജാഥയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ പറയാമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, നമുക്കറിയാം ഇപ്പോൾ ഒരു മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പി ആയിരുന്ന എ. സുരേഷ് മലമ്പുഴയിൽ യു.ഡി.എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ യു.ഡി.എഫ് പാളത്തിലേക്ക് നീങ്ങില്ല എന്ന് പറഞ്ഞ എ. സുരേഷ് ഇപ്പോഴും ആവർത്തിക്കുന്നത് ഇടതുപക്ഷ അനുഭാവിയാണെന്നാണ്. പക്ഷേ യു.ഡി.എഫിന്റെ ജാഥയിലടക്കം പങ്കെടുക്കും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ശക്തമായ ഇടതു സ്വാധീനമുള്ള മലമ്പുഴയിൽ ഇതോടൊപ്പം യു.ഡി.എഫിനൊരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് യു.ഡി.എഫിന്റെ പ്രതീക്ഷയല്ലേ? അമല, തീർച്ചയായിട്ടും ഈ വി.എസ്. അച്യുതാനന്ദൻ്റെ മുൻ പി എ ആയ എ. സുരേഷിലൂടെ മലമ്പുഴയിൽ ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ ഫലമെടുത്ത് നോക്കുമ്പോൾ മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ യു.ഡി.എഫ് 3ാം സ്ഥാനത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏതെങ്കിലും തരത്തിലൊരു ചലനമെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ ഇപ്പോൾ എ. സുരേഷിനെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചുകൊണ്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഈ CPM നേതൃത്വവുമായിട്ട് അകൽച്ചയിൽ തുടരുന്ന എ. സുരേഷ് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു തന്നെ അനാവശ്യമായിട്ടാണ് പുറത്താക്കിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് പോലും തനിക്ക് അറിയാത്ത സ്ഥിതിയുണ്ട്, തനിക്ക് വലിയ വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ കോൺഗ്രസിൽ ചേരുമോ എന്നുള്ള ചോദ്യത്തിൽ താൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള വ്യക്തിയാണ് എന്നും സുരേഷ് ആവർത്തിക്കുകയുണ്ടായി. ഇപ്പോഴേതായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മലമ്പുഴയിൽ എ. സുരേഷ് മത്സരിക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും സുരേഷ് ഈ നേതാക്കൾ യു.ഡി.എഫിൻ്റെ നേതാക്കൾ താനുമായി സംസാരിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല വി.ഡി. സതീശൻ്റെ യാത്ര പാലക്കാട് ജില്ലയിലെത്തുമ്പോൾ ആ യാത്രയിൽ ഉൾപ്പെടെ പങ്കെടുക്കും എന്നുള്ളതാണ് സുരേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ M.V. ഗോവിന്ദൻ്റെ യാത്ര പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പാലക്കാട് നഗരത്തിലേക്ക് എത്തിയത്. ഈ സമയത്താണ് ഈ സുരേഷിൻ്റെ ഭാഗത്ത് നിന്ന് താൻ യു.ഡി.എഫ് പാളയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കോൺഗ്രസിലേക്ക് ചേക്കേറുമോ യു.ഡി.എഫിലേക്ക് എത്തുമോ എന്നൊക്കെ സുരേഷിനോട് ചോദിച്ചപ്പോൾ അതിൽ കൃത്യമായ മറുപടി സുരേഷ് പറഞ്ഞിരുന്നില്ല. ഇപ്പോഴേതായാലും യു.ഡി.എഫിലേക്ക് തന്നെയാണ് എന്നുള്ള കാര്യം സുരേഷ് ഏറെക്കുറെ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ മലമ്പുഴയിൽ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിലൊരു ചലനം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളത് ഈ വി.എസ്. അച്യുതാനന്ദൻ്റെ പി ആയ സുരേഷിലൂടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും CPM വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തും. ഈ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം വി.എസിൻ്റെ മുൻ പി എ ആയതുകൊണ്ട് തന്നെ സുരേഷിലൂടെ കോൺഗ്രസിലേക്ക് CPM വോട്ടുകൾ കൂടി എത്തും എന്നുള്ളതാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സുരേഷിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ KC വേണുഗോപാലും അതുപോലെ തന്നെ വി.ഡി. സതീശനുമായിട്ടൊക്കെ സുരേഷ് ഇപ്പോൾ ചർച്ചകൾ നടത്തി കഴിഞ്ഞു ഇതിനോടകം എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും വി.ഡി. സതീശൻ്റെ യാത്ര എത്തുന്നതിന് മുൻപ് വി.എസ്. അച്യുതാനന്ദൻ്റെ മുൻ പി എ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ച് മലമ്പുഴയിൽ ഏതെങ്കിലും തരത്തിലൊരു ചലനം സൃഷ്ടിക്കാനാവുമോ എന്നുള്ളതാണ് യു.ഡി.എഫ് കണക്ക് കൂട്ടുന്നത്. ഏതായാലും ജില്ലയിൽ യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് 12 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മണ്ണാർക്കാടും അതുപോലെ തന്നെ പാലക്കാടുമാണ്. ഏതായാലും ഈ മലമ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ സുരേഷിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ജില്ലയിൽ ഇപ്പോൾ ഏതായാലും CPM-നകത്ത് വലിയ പൊട്ടിത്തെറികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെയുണ്ട്. നേരത്തെ വിമതരായിട്ടുള്ള നേതാക്കൾ എല്ലാവരും കൂടെ CPM-ൻ്റെ വിമത നേതാക്കൾ എല്ലാവരും ചേർന്ന് ഒരു പുതിയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. P.K. ശശി ഇപ്പോഴും അസംതൃപ്തരായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ഇപ്പോൾ ഈ മണ്ണാർക്കാട് ഭാഗത്ത് ഈ M.V. ഗോവിന്ദൻ്റെ യാത്ര എത്തിയിട്ടും ആ യാത്രയിൽ P.K. ശശി പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. തനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആ യാത്രയിൽ നിന്ന് P.K. ശശി മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പാർട്ടിയുമായി P.K.
ശശിക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് എം വി ഗോവിന്ദൻ തന്നെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ വിമതർ ഒരു വശത്ത്, പി കെ ശശി മറുവശത്ത്, ഒപ്പം എ സുരേഷ് ഇപ്പോഴേതായാലും കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDF പാളയത്തിലേക്ക് എത്തുമെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. മലമ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഈ സുരേഷിനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം. യെസ്, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പി ആയിരുന്ന എ സുരേഷ് മലമ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. KPCC നേതാക്കൾ എ സുരേഷുമായി ചർച്ച നടത്തി നാളെ പൊതുയോഗ യാത്രയിൽ പങ്കെടുക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ.